നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 194T പേയ്മെന്റ് ടു പാർട്ട്നേഴ്സ് ഓഫ് ഫേം എന്ന സെക്ഷനെ പറ്റിയാണ്. ഒരു ഫേം അവരുടെ പാർട്ട്നേഴ്സിന് നൽകുന്ന സാലറി, റെമ്യൂണറേഷൻ, കമ്മീഷൻ, ഇൻട്രസ്റ്റ് എന്നീ പേയ്മെന്റുകളിൽ ഏതെങ്കിലും 20,000 മേലെ കടന്നാൽ 194T പ്രകാരം 10% TDS അടയ്ക്കേണ്ടതാണ്. ഏപ്രിൽ 1, 2025 മുതൽ ഈ സെക്ഷൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. ഓരോ മാസത്തെയും TDS അടുത്ത മാസം 7-ാം തീയതിക്കുള്ളിൽ അടയ്ക്കേണ്ടതാണ്. TDS പിടിക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ ഓരോ മാസവും സെക്ഷൻ 201(1)A പ്രകാരം 1% ഇൻട്രസ്റ്റും, പിടിച്ചിട്ട് അടക്കാതെ ഇരുന്നാൽ സെക്ഷൻ 201(1)A പ്രകാരം 1.5% ഇൻട്രസ്റ്റും ഈടാക്കേണ്ടതാണ്. TDSന്റെ ക്വാർട്ടർലി റിട്ടേൺ അതാത് ഡ്യൂ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്യേണ്ടതാണ്. അഥവാ ഫയൽ ചെയ്തില്ല എങ്കിൽ സെക്ഷൻ 234E പ്രകാരം പ്രതിദിനം 200 രൂപ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് മുതൽ ഫയൽ ചെയ്യുന്ന ഡേറ്റ് വരെ ഈടാക്കുന്നതാണ്. പരമാവധി ഈടാക്കുന്ന പെനാൽറ്റി TDS തുകയ്ക്ക് തുല്യമായിരിക്കും. എല്ലാ റെമ്യൂണറേഷൻ ഫേമിന്റെയും പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന മന്ത്ലി റെമ്യൂണറേഷൻ പാർട്ണർഷിപ്പ് ഡീഡിൽ പരാമർശിച്ചിട്ടുള്ളതിനാൽ 194T പ്രകാരം TDS പിടിക്കേണ്ടത് അനിവാര്യമാണ്. പാർട്ണർഷിപ്പ് ഡീഡിൽ പാർട്ട്നേഴ്സിന്റെ റെമ്യൂണറേഷൻ സ്ട്രക്ചർ ഉൾപ്പെടെയുള്ള സാമ്പത്തിക അവകാശങ്ങൾ വ്യക്തമാക്കുന്നു. ഈ പേയ്മെന്റ് മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നതിനാൽ റെമ്യൂണറേഷൻ പേ ചെയ്യുന്നതിനനുസരിച്ച് അതാതു മാസത്തിൽ തന്നെ TDS ഡിഡക്ട് ചെയ്യേണ്ടതാണ്. വർഷാവസാനത്തിൽ മാത്രം TDS കുറയ്ക്കുന്നത് നിയമവിരുദ്ധമാണ്. ഇത് നികുതി നിയമത്തിന്റെ ഉദ്ദേശത്തെ തകർക്കുന്നു. പാർട്ട്നേഴ്സിന്റെ മന്ത്ലി റെമ്യൂണറേഷൻ ടാലിയിൽ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ജേർണൽ വൗച്ചർ എടുത്ത് റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് എന്ന അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുകയും പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുക. അടുത്തതായി 194T പ്രകാരമുള്ള TDSന്റെ പേബിൾ എൻട്രി എങ്ങനെയാണ് ഇടുന്നത് എന്ന് നോക്കാം. റെമ്യൂണറേഷന്റെ 10% എടുത്ത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുകയും TDS അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുക. അടുത്തത് ഡിഡക്ട് ചെയ്ത TDS അടുത്ത മാസം 7-ാം തീയതിക്കുള്ളിൽ അടക്കണം. ഇതിനായി TDS അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുകയും ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുക. റെമ്യൂണറേഷനിൽ നിന്നും TDS പോർഷൻ കുറച്ചതിനു ശേഷമാണ് പാർട്ട്നേഴ്സിന് പേയ്മെന്റ് കൊടുക്കേണ്ടത്. പേയ്മെന്റ് കൊടുക്കുമ്പോൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടുകളെ ഡെബിറ്റ് ചെയ്യുകയും ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.